ലോകമെമ്പാടുമുള്ള അക്രമങ്ങളുടെയും യുദ്ധങ്ങളുടെയും സാധ്യത വർദ്ധിപ്പിക്കുന്നത് എൽനിനോ എന്ന കാലാവസ്ഥ പ്രതിഭാസമാണെന്ന് ഒരു പുതിയ പഠനം കണ്ടെത്തിയിരിക്കുന്നു. 1950 മുതൽ 2023 വരെയുള്ള 555 സായുധ സംഘർഷങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാരുടെ ഈ പുതിയ കണ്ടെത്തൽ. നിനോ സജീവമാകുമ്പോൾ ആക്രമണത്തിനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിക്കുന്നുവെന്നാണ് പഠനത്തിൽ പറയുന്നത്. എൽനിനോ ചില സ്ഥലങ്ങളിൽ കടുത്ത വരൾച്ചയ്ക്ക് കാരണമാകുന്നു. മധ്യ അമേരിക്ക, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത്തരത്തിൽ വരൾച്ച അനുഭവപ്പെടുന്നുണ്ട്. ഈ പ്രദേശങ്ങളിൽ അക്രമാസക്തമായ സംഘർഷത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതായി പഠനം കണ്ടെത്തി. എൽനിനോ സമയത്ത് വരൾച്ച സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സംഘർഷവും അക്രമവും വർദ്ധിക്കുന്നതായി ഗവേഷകർ കണ്ടെത്തി. എൽനിനോയും സംഘർഷവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന പഠനങ്ങളിൽ വെച്ച് ഏറ്റവും സമഗ്രമായ പഠനമാണിതെന്ന് ഗവേഷകർ പറയുന്നത്. 73 വർഷത്തിനിടെ 555 സായുധ സംഘർഷങ്ങളുടെ ആഴത്തിലുള്ള വിശകലനമാണ് ഗവേഷകർ നടത്തിയത്. ദുഷ്കരമായ വേഗത്തിൽ മാറാൻ സാധ്യതയുണ്ടെന്നും ഇതിനകം തന്നെ ദുർബലമായ പ്രദേശങ്ങളിൽ കുഴപ്പങ്ങളും അക്രമങ്ങളും വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു കാലാവസ്ഥ വിപ്ലാഷ് സൃഷ്ടിക്കുമെന്നും റൈസ് സർവകലാശാലയിലെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞ സിൽവിയ ഡി പറയുന്നു. പ്രൊസീഡിങ്സ് ഓഫ് ദി നാഷണൽ അക്കാഡമി ഓഫ് സയൻസ് എന്ന ജേർണലിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനം കാലാവസ്ഥാ പ്രതിസന്ധി എപ്പോൾ എവിടെ സംഘർഷത്തിന് കാരണമാകുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ സർക്കാരുകൾക്കും മറ്റ് അനുബന്ധ വകുപ്പുകൾക്കും സഹായകമാകുമെന്നും അത് മുൻകരുതലുകൾ എടുക്കാൻ എളുപ്പമാകുമെന്നും ഗവേഷകർ പറയുന്നു. ഈ വേനൽക്കാലത്തെ പതിറ്റാണ്ടുകളിലെ ഏറ്റവും ശക്തമായ എൽനിനോ പ്രതീക്ഷിക്കുന്നതായും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇത് സംഭവിച്ചാൽ വരൾച്ച, ഭക്ഷ്യക്ഷാമം, ജലക്ഷാമം എന്നിവയ്ക്ക് കാരണമാകും. അങ്ങനെ സംഭവിച്ചാൽ പല ദുർബല രാജ്യങ്ങളും അക്രമം വർദ്ധിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. കാലാവസ്ഥാ വ്യതിയാനം എന്നത് വെറും ഒരു പാരിസ്ഥിതിക പ്രശ്നമല്ലെന്നാണ് ഈ പഠനം വീണ്ടും തെളിയിക്കുന്നത്. എൽനിനോ എന്ന ദുഷ്കരമായ പ്രതിഭാസം ലോകത്തിലെ ദുർബല പ്രദേശങ്ങളിൽ സമാധാനത്തിന് വെല്ലുവിളി ഉയർത്തുമെന്നാണ് പഠനം പറയുന്നത്. എന്താണ് ഈ എൽനിനോ പ്രതിഭാസം? മധ്യ കിഴക്കൻ പസഫിക്കിൽ സംഭവിക്കുന്ന ഒരു സ്വാഭാവിക കാലാവസ്ഥാ പ്രതിഭാസമാണ് എൽനിനോ. പസഫിക് സമുദ്രത്തിലെ ജലം ചൂടാകുന്നതാണ് എൽനിനോ. സാധാരണയായി സമുദ്രജലം തണുപ്പായിരിക്കും. എന്നാൽ എൽനിനോ സമയത്ത് മധ്യ കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ കടൽ വെള്ളം ചൂടാകുന്നു. 0.5 ഡിഗ്രി സെൽഷ്യസോ അതിൽ കൂടുതലോ ചൂടാകുന്നു. എൽനിനോ മൺസൂൺ കാറ്റിനെ ദുർബലപ്പെടുത്തുകയും ഇന്ത്യയിൽ മഴ കുറയ്ക്കുകയും ചെയ്യുന്നു. സാധാരണയായി പെറുവിന് സമീപം കിഴക്കൻ പസഫിക്കിലെ ജലം പൊതുവെ തണുപ്പായിരിക്കും. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വീശുന്ന കാറ്റ് ചൂടുവെള്ളത്തെ പടിഞ്ഞാറോട്ട് ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ ഭാഗത്തേക്ക് തള്ളിവിടുന്നു. എൽനിനോ സമയത്ത് ഈ കാറ്റുകൾ ദുർബലപ്പെടുകയും ദിശ തിരിച്ചുവിടുകയോ ചെയ്യുന്നു. ഇത് കിഴക്കൻ പസഫിക്കിൽ ചൂടുവെള്ളം അടിഞ്ഞുകൂടാൻ കാരണമാകുന്നു. ഇത് മുകളിലുള്ള വായുമർദ്ദത്തിൽ മാറ്റം വരുത്തുകയും മേഘങ്ങളെയും മഴയുടെ രീതികളെയും തടസ്സപ്പെടുത്തും. ഇങ്ങനെയാണ് എൽനിനോ രൂപപ്പെടുന്നത്. എൽനിനോയുടെ ആഘാതം ചൂട് വർദ്ധിപ്പിക്കുന്നു. മേഘാവൃതം കുറയ്ക്കുന്നത് താപനിലയ്ക്കും ഉഷ്ണതരംഗങ്ങൾക്കും കാരണമാകുന്നു. മുൻപ് എൽനിനോ വർഷങ്ങളിൽ ഇന്ത്യയിൽ പലപ്പോഴും മഴ കുറവായിരുന്നു. 2002, 2009, 2015 വർഷങ്ങളിൽ എൽനിനോ സംഭവങ്ങൾ വരൾച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്.